എടാ, വീട്ടിൽ നടന്ന ഒരു തമാശ ഇൻസിഡന്റ് ആട്ടോ. ഒരരിഷ്ടം എനിക്കും പിള്ളേർക്കും വേണ്ടി ഹസ്ബൻഡ് വാങ്ങി തന്നതാ. അപ്പം ഞാനിത് ഒക്കെ അരിഷ്ടം 15 ml വെച്ച് ഞങ്ങൾ 3 പേരും കുടിക്കാൻ തുടങ്ങി രാവിലെ. കുറച്ച് നാൾ പോയി. അപ്പം ആദ്യം തന്നെ ഇത് കൊടുത്തപ്പോൾ എൻ്റെ മൂത്ത മോള് പറഞ്ഞു, "മമ്മ, ഇതെന്തോ ഒരു കിക്ക് കിട്ടുന്ന പോലെ തോന്നുന്നല്ലോ. ഇതിനകത്ത് ആൽക്കഹോൾ ഉണ്ടോ മമ്മ?" എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, "അരിഷ്ടത്തിൽ ആൽക്കഹോളോ? ഏയ് ഇല്ല ഇല്ല. കുടിച്ചോ കുടിച്ചോ." എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1 1/2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ ബിസിയായിരുന്നു. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, "എടാ ഒന്ന് എടുത്ത് എല്ലാവർക്കും അരിഷ്ടം എടുത്ത് എടുത്ത് താന്ന്" പറഞ്ഞു. ആശാട്ടി അപ്പം എന്തുകൊണ്ടാണ് ഈ കിക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് നോക്കി ബാക്കിൽ നോക്കി വായിക്കുമ്പം ഇത് 15 ml കൂടെ 15 ml വാട്ടറും കൂടി എടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ. അശ്ശോ! വീട്ടില് ഞാൻ അപ്പളേ മമ്മിയുടെ അടുത്ത് പറഞ്ഞതല്ലേ. ആക്ച്വലി എന്ത് ഇമ്പോർട്ടന്റ് ആയിരുന്നുല്ലേ ഇതൊക്കെ അന്നേ ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ. അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഇടയ്ക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നില്ല? മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടെടാ. ഒന്ന് ഇൻസ്ട്രക്ഷൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവര്, മറ്റേത് ഇഷ്ടപ്പെടാത്തവര്. ഈ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് പതുക്കെ മതി, നല്ല ക്ലാരിറ്റി വേണം, വളരെ പേഷ്യന്റ് ആണ്, സ്ലോ ആയിട്ട് ബിഗിൻ ചെയ്താൽ മതി, മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കരുത്, പതുക്കെ ചെയ്ത് ചെയ്ത് തീർക്കണമെന്ന് ഇഷ്ടവരുന്നു. മറ്റവര് അവർക്ക് അതിനൊന്നും നേരമില്ല, ആദ്യം ഞാൻ ചെയ്തു നോക്കട്ടെ, ഒരു ട്രയൽ എറർ ചെയ്താൽ എന്താ പ്രശ്നം, എനിക്ക് ഏകദേശം ഇതൊക്കെ അറിയാം, നോക്കട്ടെ, പിന്നെ ഒരു മിസ്റ്റേക്ക് പറ്റി എന്താ കറക്റ്റ് ചെയ്യാലോ. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്നെ പോലെയുള്ളവർ ഇൻസ്ട്രക്ഷൻസ് വായിക്കാത്തതിൻ്റെ ആദ്യത്തെ കാര്യം പേഷ്യൻസ് ഇല്ല. ഒന്നാമത് ആ അരിഷ്ടത്തിൻ്റെ ബാക്കിൽ വളരെ മൈന്യൂട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പണിയും നിർത്തിപ്പോയി കണ്ണാടി എടുത്ത് വെച്ചിട്ട് വേണം അത് കാണണമെങ്കിൽ വായിക്കാൻ. അപ്പോൾ പിന്നെ അതിനുള്ള ഒരു പേഷ്യൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, പെട്ടെന്ന് ചെയ്യണ്ടേ. ഓ, ഇതിന്റെ ഇടയിലായിരിക്കും അരിഷ്ടത്തിനെ പറ്റി ഓർക്കുന്നത്. ഓടിപ്പോയി അരിഷ്ടം എടുക്കാൻ കൊടുക്കുക. അപ്പം ആ ഒരു റഷിങ് വരുമ്പോഴത്തേക്കിനും അതും പോവും. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഈ ഇരുന്ന് വായിക്കാൻ ചില മരുന്നുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനുവൽ നോക്കുക കുഞ്ഞതായിരിക്കും. പക്ഷെ തുറന്ന് നോക്കുമ്പോൾ ഇത്രയും നീളമുണ്ടോ? ദൈവമേ, ഇത്രയും ഇരുന്ന് വായിക്കണ്ടേന്ന് പറഞ്ഞാൽ മടി. അത് വേറെ ഒരു റീസൺ. പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിഷ്ടല്ലേ, എത്ര നാളായി കുടിക്കണു, ഇതൊക്കെ നമുക്ക് അറിയാലോ എന്നുള്ളൊരു ചിന്ത. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടായിരിക്കും എന്നെ പോലുള്ളവർ ഇൻസ്ട്രക്ഷൻസ് വായിക്കാത്ത. ഇതുപോലത്തെ കുറേ സിറ്റുവേഷൻ ഒരു വീട്ടിൽ ജനറലി ഉണ്ടാവിടാം. എപ്പോഴും എല്ലാവർക്കും ഓർമ്മിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു ഫേർണിച്ചർ അസംബിൾ ചെയ്യാൻ നിൽക്കുമ്പം. പൊതുവെ എല്ലാവരും എന്താ അതിൻ്റെ പാർട്സ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇത് ഇങ്ങനെയൊക്കെ ഫിറ്റ് ചെയ്യാന്ന്. വേഗം എടുത്തു കൊണ്ടുവന്നു, ഓരോ സ്ക്രൂ നല്ല എക്സൈറ്റ്മെന്റിൽ കണക്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് ബാക്കി ഇത്രയും വരുന്നു. അപ്പൊ പോയി വായിക്കും ഇതൊക്കെ കൂടി എവിടെ കൊണ്ട് വെക്കണം എന്ന്. ഒരുവിധം എല്ലാവരും ചെയ്യുന്നത്. രണ്ടാമത് പറ്റുന്ന അബദ്ധങ്ങളിൽ ഒന്നാണ് ഈ ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയറിന്റെ പ്രോഡക്ട്സ്. നമ്മളത് വാങ്ങും. ഇതും നമുക്ക് പണ്ട് തൊട്ടേ അറിയുന്ന കാര്യമാണ്. എത്രയോ എടുത്ത് കലക്കുക, ഇടുക, കഴുകുക. പിന്നെ എന്നിട്ട് ഉഫ് ഒരു എഫക്റ്റും ഇല്ല, എനിക്ക് യൂസ് ഇല്ല എന്ന് പറഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ അറിയാം അത് നമ്മൾ 15 ഹാഫ് ആൻ അവറോ തലയിൽ വെച്ചിട്ട് വേണം കഴുകാനെന്ന്. ചെയ്തിട്ടുണ്ടാവില്ല. അതേപോലെ പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങിയാം എന്താ നമ്മൾ ചെയ്യുക? ഇപ്പൊ നമുക്ക് തുടക്കത്തിലൊക്കെ വായിച്ചവരായിരിക്കും. ഇപ്പൊ കിട്ടിയ ഉടനെ നമുക്കറിയാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. ഇതേപോലെ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ മാത്രം തിരിച്ചു വന്ന് ഇൻസ്ട്രക്ഷൻ വായിക്കും. ചെറുപ്പത്തൊട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു അബദ്ധമുണ്ട്. എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് അവർ പറയുന്നുണ്ടാവും റൈറ്റ് എനി 5. ആ 5 എന്നൊക്കെ ബോൾഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. നോക്കില്ല. ക്വസ്റ്റ്യൻ 6 കണ്ടു, കടകടാന്ന് എഴുതി കഴിയുമ്പോൾ ടൈം തികയില്ല. പിന്നെ വിചാരിക്കുക ദൈവമേ ആ 1 മിനിറ്റ് എടുത്തിട്ട് ഇൻസ്ട്രക്ഷൻ വായിക്കായിരുന്നില്ലേ. ചെയ്യില്ല. ശരിക്കും ട്ടോ. എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ ഹാളിൽ നിന്നൊക്കെ വെളിയിൽ ഇറങ്ങി വരുമ്പോഴായിരിക്കും അയ്യോ, ഇവിടെ എനി 5 എന്നാ എഴുതിയിരുന്നെന്നും. ശരിക്കും ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നതുകൊണ്ട് നീ പറയുന്ന പോലെ കുറേ ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് ടൈം നന്നായിട്ട് സേവ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം മിസ്റ്റേക്സ് വരാനുള്ള ഒരു ചാൻസസ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്താണ്, ഒരു സാധനം നമ്മൾ എന്തെങ്കിലും അസംബിൾ ചെയ്യോ ഫർണിച്ചർ അസംബിൾ ചെയ്യോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ റിസൾട്ട് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം ഫർണിച്ചറിന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ നീ പറഞ്ഞില്ലേ കുറേ സ്ക്രൂസ് ഒക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ പിന്നെയും അത് അൺസ്ക്രൂ ചെയ്ത് പിന്നെയും ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആവും. എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നത് എപ്പോഴും ഗുണകരം തന്നെയാ. ആൾക്കാർ പൊതുവെ ഈ ഇൻസ്ട്രക്ഷൻ്റെ വായിക്കുന്ന ഒരു വീക്ക്നെസ് എന്താ ഇപ്പം അത്, എന്തെങ്കിലും ഒരു കിട്ടി അതപ്പോൾ 1 മണിക്കൂർ എടുക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് അത്ര ക്ഷമ ഉണ്ടാവില്ല. പക്ഷെ അതൊരു സ്ലോ സ്റ്റാർട്ട് ആണെങ്കിൽ ഒരു സ്റ്റഡി പ്രോസസ്സാണ് തോന്നുന്നു. മറ്റേത് സ്റ്റാർട്ടിങ് നല്ല ഫാസ്റ്റാണ്, പിന്നെ എൻ്റെ ചിലപ്പോൾ സ്ട്രെസ്ഫുള്ളായി മാറുന്നേ ഉള്ളൂ. അപ്പം ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നത് ആക്ച്വലി
ഒരു നല്ല കാര്യമാണ്. കുറേ സമയം ആക്ച്വലി ലാഭിക്കുക. അത് മനസ്സിലാക്കാതെ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെന്തോ സേവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വായിക്കാതെ ചാടി പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കുക. നമ്മളെപ്പളും പറയുന്നത് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ബ്ലെസ്സിങ്ങിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ് എന്താ? അത് വായിക്കാനുള്ള ബുദ്ധി ഉണ്ടല്ലോ. അപ്പൊ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കുക. ആ സാധനങ്ങളൊക്കെ നന്നായി യൂസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് റൺ ആൻഡ് ഗോ.